ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് പഠിക്കാൻ തീരുമാനിച്ച ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പായും നിങ്ങൾ ഒരു വലിയ കൺഫ്യൂഷനിലായിരിക്കും. പൈത്തൺ പഠിക്കണോ, എക്സൽ പഠിക്കണോ, അതോ പവർ BI പഠിക്കണോ എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഓരോന്നായിരിക്കും നിങ്ങളോട് പറയുന്നത്. അപ്പൊ സത്യത്തില് ഇതിൽ ഏതാണ് മികച്ച ടൂൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ടൂൾ ഏതാണ് എന്നുള്ളത് തീരുമാനിച്ചാൽ മാത്രമാണ് അത് നിങ്ങളുടെ കരിയറിന് ഹെൽപ്ഫുൾ ആവുള്ളൂ. സോ ഈ വീഡിയോ കാണുമ്പോഴേക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാറിക്കിട്ടും. സോ ആദ്യമായിട്ട് നമുക്ക് എക്സലിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എക്സൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സിംപ്ലിസിറ്റി ആണ്. അപ്പൊ ഡേറ്റ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് റോ വൈസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് ഇത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ചെറിയ ബിസിനസ് കണക്കുകൾ കൂട്ടാനും പിന്നെ ഫിനാൻഷ്യൽ മോഡലിങ്ങിനും പെട്ടെന്നുള്ള കാൽക്കുലേഷൻസിനും എക്സൽ കഴിഞ്ഞാണ് മറ്റുള്ള എന്തും ഉള്ളത്. പക്ഷെ എക്സലിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ലക്ഷക്കണക്കിന് വരികളുള്ള വലിയ ഡേറ്റ, അതായത് ബിഗ് ഡേറ്റ വരുമ്പം എക്സൽ ഹാങ് ആവാൻ തുടങ്ങും. അതേപോലെ തന്നെ ഒരേ ഫയലില് പലര് ഒരേ സമയം മാറ്റങ്ങൾ വരുത്തുമ്പോൾ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ എക്സൽ ബെസ്റ്റ് ആണ്. പക്ഷെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓട്ടോമേഷനിൽ എക്സൽ അത്ര പോരാ. അടുത്തത് പവർ BI ആണ്. സോ ഇതിന് എക്സലിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ പവർ BIയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ്സ് ആണ്. എക്സലില് നമ്മൾ വെറും ചാർട്ട്സ് കാണുമ്പോൾ പവർ BIയിൽ ഒരു ഗ്രാഫിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കി റിപ്പോർട്ടുകൾ അതനുസരിച്ച് തന്നെ ഓട്ടോമാറ്റിക്കലി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബിസിനസ് റിപ്പോർട്ട്സ് ബ്യൂട്ടിഫുൾ ആക്കാനും ആൻഡ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാനും ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള ടൂള് വേറെ ഇല്ല. പല സോഴ്സുകളിൽ നിന്നുള്ള ഡേറ്റ ഒന്നിച്ച് ചേർക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ എക്സലിനേക്കാൾ കുറച്ചും കൂടി പഠിച്ചെടുക്കാൻ സമയം എടുക്കുന്നുണ്ടെങ്കിലും കോഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഡേറ്റ അനലിറ്റിക്സ് ചെയ്യാനായിട്ട് പവർ BI നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് പൈത്തണിലേക്ക് വരാം. സോ ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അയ്യോ കോഡിംഗ് ആണോ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡേറ്റ അനലിറ്റിക്സിൽ പൈത്തൺ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഒരുപാട് റോസ് ഓഫ് ഡേറ്റ ഉള്ള സമയത്ത് വളരെ വിത്തിൻ മിനിറ്റ്സ് തന്നെ നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല മെഷീൻ ലേണിങ്ങും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പൈത്തൺ അത്യാവശ്യമാണ്. ആൻഡ് റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പൈത്തൺ ബെസ്റ്റ് ആണ്. സോ എക്സലിലോ പവർ BIയിലോ ചെയ്യാൻ കഴിയാതെ അത്രയും ഡേറ്റ പ്രോസസ്സിങ് പൈത്തൺ വഴി നമുക്ക് ചെയ്യാനും പറ്റും. സോ പഠിച്ചെടുക്കാൻ ഈ മൂന്നിലും വെച്ച് കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് പൈത്തൺ ആണെന്നുണ്ടെങ്കിലും കരിയറിൽ നമ്മുടെ ബെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കരിയറിലുള്ള ഒരു വളർച്ചയ്ക്ക് ഇത് വലിയ ഹെൽപ്പ് തന്നെയായിരിക്കും. ഇനി ഇതിൽ ഏതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്? സോ നമുക്ക് ഈ മൂന്നും അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് ടൂൾസും, മൊത്തത്തിൽ ടൂൾസ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഓരോന്നും ഏത് സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുക എന്നുള്ളത് പറയാം. സോ സിറ്റുവേഷൻ നമ്പർ 1, ദാറ്റ് ഈസ് നിങ്ങൾ ഒരു ഓഫീസ് ജോലി അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനോ മാർക്കറ്റിങ്ങോ ഒക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എക്സലാണ്. അതിനുശേഷം പവർ BIയിലേക്ക് വരും. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഡേറ്റ സയന്റിസ്റ്റ് ആവുക എന്നുള്ളതാണ് എങ്കിൽ ദെൻ ഗോ ഫോർ പൈത്തൺ. കാരണം അതായിരിക്കും നിങ്ങളുടെ കരിയറിന് ബെസ്റ്റ് എന്ന് പറയുന്നത്. തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിത്തിൻ മിനിറ്റ്സ് റിപ്പോർട്ട്സ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി ബോസിനെ കാണിക്കണം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഡേറ്റ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളതാവണമെന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ഗോ ഫോർ പവർ BI. സോ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് പഠിക്കുക എന്നുള്ളത് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ മാറി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏത് ടൂളായിരിക്കും നിങ്ങൾ ആദ്യം പഠിക്കാൻ പോകുന്നത്? സോ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ദെൻ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയാൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു.